rod and staff, my comfort still. Your cross before to guide me. Greetings from Kindergarten at Bethesda in the mighty name of our Lord and Savior Jesus Christ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. But God is so rich in mercy, He loved us so much that even though we were spiritually dead and doomed by our sins, He gave us back our lives again when He raised Christ from the dead. Ephesians chapter 2 verse 4. Dear sisters and brothers in Christ, ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് എപ്പോൾ മനുഷ്യൻ അകന്നു പോകുന്നുവോ, എപ്പോൾ മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നുവോ, അപ്പോൾ മനുഷ്യൻ പാപം ചെയ്യുകയാണ്. അവൻ പാപിയായി മാറുകയാണ്. ഈ പാപം അവൻ്റെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്നു. മനുഷ്യൻ രോഗിയായി മാറുന്നു. അവൻ ആത്മമരണം പ്രാപിക്കുന്നു. ആത്മമരണം എന്നത് ദൈവത്തിൽ നിന്നുള്ള നിത്യമായ അകൽച്ചയാണ്. വിശുദ്ധനായ ദൈവത്തെ സമീപിക്കുവാൻ ഒരു പാപിക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഒരു പാപി അശുദ്ധനാണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത്. കഴിഞ്ഞ സൺഡേയിൽ നാം പഠിച്ചു എങ്ങനെയാണ് യേശുതമ്പുരാൻ ഒരു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയത് എന്ന്. ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്ന് സാഷ്ടാംഗം വീണുകൊണ്ട് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയും. അപ്പോൾ മനുഷ്യന് അതറിയാം ഞാൻ അശുദ്ധനാണ് എന്നുള്ളത്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകാം. യേശു അവനെ തൊട്ടു, അവൻ സുഖം പ്രാപിച്ചു, അവൻ ശുദ്ധനായി തീർന്നു. അതായത് അവൻ്റെ പാപം മാറുകയാണ് ചെയ്തത്. അവൻ്റെ പാപം മാറിയപ്പോൾ അവൻ ശുദ്ധനായി തീർന്നു. അതിനാൽ തന്നെ അവൻ സൗഖ്യമുള്ളവനായി മാറി. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് പക്ഷപാതം പിടിച്ച് പൂർണ്ണമായും തളർന്നുപോയ ഒരുവനെ യേശുതമ്പുരാൻ സൗഖ്യമാക്കുന്ന വേദഭാഗമാണ്. The Gospel according to Saint Luke chapter 5 verses 17 to 26. യേശുതമ്പുരാൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദ്യയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തു കൊണ്ടുവന്നു. അവനെ അകത്തു കൊണ്ടുചെന്ന് അവൻ്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോട് നടുവിൽ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും, ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണെ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ രണ്ട് ഗ്രൂപ്പ് ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ. ആദ്യത്തെ ഗ്രൂപ്പ് ആൾക്കാർ മഹത്തുക്കളായിരുന്നു, പ്രമാണിമാരായിരുന്നു,
അവരുടെ ആഗമന ഉദ്ദേശം വ്യത്യസ്തമായിരുന്നു, ആറ്റിറ്റ്യൂഡ് വ്യത്യസ്തമായിരുന്നു, ആഗ്രഹം വ്യത്യസ്തമായിരുന്നു. അവർ എവിടെ നിന്ന് വന്നു, അവർ ആരായിരുന്നു എന്നുള്ളത് വേഴ്സ് 17 നാം വായിക്കുന്നു. അവർ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുസലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും ആയിരുന്നു. യേശുതമ്പുരാൻ ഉപദേശിക്കുമ്പോൾ അവർ അവിടെ ഇരുന്നിരുന്നു എന്നാണ് നാം ഇവിടെ കാണുന്നത്. There were Pharisees and doctors of the law sitting by, not sitting at Jesus' feet to learn from him. യേശുവിൻ്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് വിശ്വാസത്തോടെ അത് അംഗീകരിക്കുവാൻ വന്നവർ ആയിരുന്നില്ല അവർ. യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ യേശു എന്താണ് പറയുന്നത് അത് സൂക്ഷ്മതയോടെ കേട്ട് എങ്ങനെ യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാം എന്നാഗ്രഹിച്ച് വന്ന ചാരന്മാരായിരുന്നു അവർ, സ്പൈസ്. കാരണം അവർ യേശുവിനെ പറ്റി കേട്ടിരുന്നു. യേശു സാക്ഷാൽ ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് അവർക്ക് അറിയാതിരിക്കാൻ വഴിയില്ല. പക്ഷേ അവർ അംഗീകരിക്കില്ല. യേശു ദൈവമല്ല എന്ന് പറയാനാണ് അവർക്കിഷ്ടം. അതുകൊണ്ട് അവർ അവിടെ വന്നിരിക്കുകയാണ്. അതേസമയം അടുത്ത ഗ്രൂപ്പ് ആൾക്കാർ വിശ്വാസത്തോടെ വന്നവരാണ്. യേശു സാക്ഷാൽ ദൈവമാണ്, അവൻ പറയുന്ന വചനങ്ങളിൽ ശക്തിയുണ്ട്. നാം ഇവിടെ കാണുന്നു, സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന്. അത് അവർക്കറിയാം. കർത്താവിൻ്റെ വചനം, അവൻ പറയുന്ന ഓരോ വാക്കിലും ശക്തിയുണ്ട്. അത് സൗഖ്യദായകമാണ്. വിശ്വാസത്തോടെ അത് ഉൾക്കൊണ്ടാൽ, അത് ഏറ്റെടുത്താൽ ആ വചനം നമുക്ക് സൗഖ്യം തരും, സമാധാനം തരും, സന്തോഷം തരും, നമുക്ക് സമൃദ്ധി നൽകും. അത് വിശ്വസിച്ചുകൊണ്ട് വന്നവരാണ് മറ്റേ കൂട്ടർ. അവർ അതുകൊണ്ട് തന്നെ ഒരു രോഗിയെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് ഒരു മുടന്തനോ കണ്ണ് കാണാൻ വയ്യാത്ത ഒരു മനുഷ്യനോ ആയിരുന്നില്ല. രോഗം ബാധിച്ച് അല്ലെങ്കിൽ പക്ഷവാതം പിടിച്ച് ശരീരം മുഴുവൻ തളർന്ന് ശയ്യാവലംബിയായ ഒരു മനുഷ്യനെ 4 പേർ ചേർന്ന് താൻ കിടന്ന കട്ടിലോടെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അവരുടെ വിശ്വാസം അത്രമാത്രം വലുതാണ്. ചുമന്നുകൊണ്ട് വന്നിരുന്നവരുടെ വിശ്വാസം, ഒരു പക്ഷേ ഈ രോഗി ഇതൊന്നും അറിയുന്നില്ലായിരിക്കാം. പക്ഷേ ആ രോഗിയെ കൊണ്ടുവന്നിരുന്നവരുടെ വിശ്വാസം അത് വലുതായിരുന്നു. കാരണം അവർ യേശുവിൽ വിശ്വസിച്ചു. അവൻ സാക്ഷാൽ ദൈവമാണ്, അവൻ പറയുന്ന വാക്കുകളിൽ ശക്തിയുണ്ട്, സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ശക്തി അതിൽ വ്യാപരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവർ എന്തോ താമസിച്ചു പോയോ, അവർ വന്നപ്പോഴേക്കും യേശുവിന് ചുറ്റും അങ്ങോട്ട് കടക്കുവാൻ കഴിയാത്ത വിധം പുരുഷാരം തിങ്ങി നിറഞ്ഞിരുന്നു. അവർ വെറുതെ അവിടെ ഇരിക്കണം എന്ന് കണ്ടു വന്നതല്ല, അവർ അവിടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. ആ സ്ഥിതി അല്ലെങ്കിൽ ആ സാഹചര്യം അങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് അടുത്തതെന്ത് ചെയ്യാം, എങ്ങനെ യേശുവിൻ്റെ അടുത്ത് ഈ രോഗിയെ ഒന്ന് കൊണ്ടുചെന്നെത്തിക്കാം, യേശു നോക്കുമ്പോൾ ഈ രോഗിയെ കാണണം, ആ പരുവത്തിൽ യേശുവിൻ്റെ മുമ്പിൽ ഈ രോഗിയെ എങ്ങനെയൊന്ന് കൊണ്ടുചെല്ലാം എന്ന് മനസ്സിലാക്കിയവർ എന്ത് ചെയ്യണം എന്ന് തത്രപ്പെടുകയാണ്. അവർ ചെയ്തത് ഇവിടെ വിവരിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. ആ മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്ന് യേശുവിൻ്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് അവർ പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ മനുഷ്യരുടെ വിശ്വാസം എത്രമാത്രം വലുതായിരുന്നു. അവർ മറ്റൊന്നും നോക്കുന്നില്ല. ഒരു പക്ഷേ ഇവർക്ക് ചിന്തിക്കാമായിരുന്നു,
ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെയാണ്. ഒരു തരത്തിൽ യേശുവിൻ്റെ മുമ്പിലേക്ക് ഈ രോഗിയെ കൊണ്ടുചെല്ലുവാൻ പറ്റില്ല. അത്രമാത്രം ജനക്കൂട്ടമാണ്, തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ആ മനുഷ്യരൊക്കെ എന്ത് വിചാരിക്കും? ഈ കട്ടിലും എടുത്തുകൊണ്ട് ശയ്യാവലംബിയായി ഈ മനുഷ്യനെയും കൊണ്ട് ചെല്ലുമ്പോൾ എന്തോ നാണക്കേടാണ്. മറ്റുള്ളവർ നമ്മളെ കളിയാക്കില്ലേ, അല്ലെങ്കിൽ അവർ നമ്മളെ ഓടിക്കില്ലേ എന്നൊക്കെ അവർ ചിന്തിച്ചില്ല. അതുപോലെ യേശു എന്ത് വിചാരിക്കും? യേശുവിനെപ്പറ്റി വളരെ കീർത്തിയായിരുന്നു. അതുകൊണ്ടല്ലേ ഇത്രയും ജനം അവിടെ തടിച്ചു കൂടിയത്. യേശു സൗഖ്യമാക്കും എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കി അവിടെ മാറി നിന്നില്ല? യേശുവിൻ്റെ ഒരു നോട്ടത്തിൽ യേശു സൗഖ്യമാക്കുന്നവനാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ വചനം ദൂരേക്ക് പോയി അതിവേഗം ഓടി ദൂര സ്ഥലങ്ങളിലിരിക്കുന്ന ആൾക്കാർ പോലും സൗഖ്യമാകും. അതൊക്കെയും എന്തുകൊണ്ട് ഇവർ ഗ്രഹിച്ചില്ല എന്ന് യേശു വിചാരിക്കുമോ? അല്ലെങ്കിൽ ഇത്ര മഹാനായ ഒരു മനുഷ്യൻ ഞങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കും എന്നൊന്നും അവർ ചിന്തിച്ചില്ല. അതുപോലെ തന്നെ ഏത് ഭവനത്തിലാണോ യേശുതമ്പുരാൻ ഇരുന്നത്, ആ ഭവനത്തിൻ്റെ ഉടയവനോട് ഈ മനുഷ്യർ ഇവരുടെ ആവശ്യം പറഞ്ഞു കാണണം. ഇവർ എത്രമാത്രം അത്യാവശ്യക്കാരാണോ, അല്ലെങ്കിൽ ഇവരുടെ വിശ്വാസത്തിൻ്റെ ആ വലിപ്പം മനസ്സിലാക്കി ആ വീട്ടുടയവൻ പോലും സമ്മതിച്ചു കാണണം, നിങ്ങൾ എൻ്റെ വീട് പൊളിച്ചോ എന്ന് പറയത്തക്കവണ്ണം ആ മനുഷ്യനെ പോലും അതിനെ പ്രേരിപ്പിക്കത്തക്കവണ്ണം ഇവരുടെ വിശ്വാസം വലുതായിരുന്നു. അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ സമ്മതിച്ചത് കൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ വീട് പൊളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. മേൽക്കൂര പൊളിച്ചിട്ട് ഈ ശയ്യാവലംബിയായ മനുഷ്യനെ കട്ടിലോടെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി. മറ്റുള്ളവരൊക്കെയും എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ എന്താണ് ഈ കാണിക്കുന്നത് ഈ മനുഷ്യൻ എന്നൊക്കെ ചിന്തിക്കുമല്ലോ എന്നൊന്നും വിചാരിക്കുവാൻ ഈ 4 പേർക്ക് മനസ്സില്ല. അവരങ്ങനെ ചിന്തിച്ചില്ല. അവരുടെ ആവശ്യം തങ്ങൾ കൊണ്ടുവന്ന ഈ രോഗി നടന്ന് വീട്ടിൽ പോകണം, സൗഖ്യമായി ഭവനത്തിലേക്ക് തിരിച്ചു പോകണം. അവരുടെ വിശ്വാസത്തിൻ്റെ ആ കാഠിന്യം, ആ ശക്തി അത്രമാത്രം വലുതായിരുന്നു. സാഹചര്യത്തെ ഒന്നും അവർ നോക്കിയില്ല. മനുഷ്യരെന്ത് പറയുമെന്നോ യേശു എന്ത് വിചാരിക്കുമെന്നോ എന്നൊന്നും അവർ ചിന്തിച്ചില്ല. പക്ഷെ യേശുവിന് പറയാമായിരുന്നു. ഇവർ വരുന്ന കണ്ടപ്പോഴേ യേശുവിന് പറയാമായിരുന്നു, ആ കട്ടിലോടെ ആ മനുഷ്യനെ അവിടെ വെച്ചേക്കുക, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്ന് അവനെ സൗഖ്യമാക്കാം, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അവൻ ഒരു വാക്ക് യേശുവിന് പറയാമായിരുന്നു. യേശു അതൊന്നും ചെയ്തില്ല. ഒന്നും പറയാതെ യേശു ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. യേശു ഉപദേശിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യർ കാണിക്കുന്നതെല്ലാം യേശു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഇവർ പ്രവർത്തിക്കും, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എത്രമാത്രം ഇവർ കാണിക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനെ അവർ പ്രകടിപ്പിക്കും, അത് യേശു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ പ്രത്യക്ഷമായി പ്രകടമാക്കുന്നത് കാണുവാൻ നമ്മുടെ കർത്താവിന് വളരെ ഇഷ്ടമാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ, കാരണം നാം കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നാം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത്. ആ മനുഷ്യർ വിശ്വസിച്ചതുകൊണ്ടാണ് വീട്ടിൽ കിടന്നിരുന്ന രോഗിയെ കട്ടിലോടെ എടുത്തുകൊണ്ട് വന്നത്. എന്തൊക്കെയാണ് അടുത്തത് ഇവർ കാണിക്കാൻ പോകുന്നത്, എത്രത്തോളം ഇവർ ഈ പ്രവൃത്തി ചെയ്യും, എന്താണ് അൾട്ടിമേറ്റായിട്ട് ഇവർ ചെയ്യാൻ പോകുന്നത് എന്ന് യേശു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. യേശു അത് കമൻ്റ് ചെയ്യത്തക്കവണ്ണം അത്രമാത്രം വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ വേഴ്സ് നാം വായിക്കുന്നത്. അവരുടെ വിശ്വാസം കണ്ടിട്ട്, വേഴ്സ് 20, അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു.
നീ സൗഖ്യമാകുക എന്നല്ല പറഞ്ഞത്. കാരണം യേശുവിനറിയാം പാപമാണ് രോഗത്തിൻ്റെ കാരണം. അത് ജനമറിയണം. ദൈവവുമായുള്ള ആ കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യൻ അകലുവാൻ പാടില്ല. എപ്പോൾ നീ അകലുന്നുവോ, ദൈവത്തിൻ്റെ ആ സാമീപ്യത്തിൽ നിന്ന്, സന്നിധാനത്തിൽ നിന്ന് നീ ഓടി ഒളിക്കുന്നുവോ, അപ്പോൾ നീ പാപിയായി മാറും. ആ പാപം നിനക്ക് രോഗം കൊണ്ടുവരും എന്ന് ചുറ്റുമുള്ളവർ അറിയണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അവൻ സൗഖ്യമായ സഹോദരങ്ങളെ. പക്ഷെ അതെങ്ങനെയാണ് അറിയുന്നത്? അവിടെ കൂടി നിന്ന ആദ്യത്തെ ഗ്രൂപ്പ് ആൾക്കാരാണ് ഇനിയും അവരുടെ കാര്യമാണ് ഇനിയും പറയുന്നത്. ശാസ്ത്രിമാരും പരീശന്മാരും അവർ മനസ്സിൽ ഓർക്കുകയാണ്, ദൈവദൂഷണം പറയുന്ന ഇവനാർ, ദൈവമൊരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ചിന്തിച്ചു തുടങ്ങി. അതാണ് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അവർ ചിന്തിച്ചു. അതെങ്ങനെയാണ് ഇവിടെ എഴുതുവാൻ ഇടയായത്? കാരണം യേശു അതറിഞ്ഞു. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? ഒരുവൻ ചിന്തിക്കുമ്പോൾ യേശു ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചതൊക്കെ എനിക്ക് മനസ്സിലായി. നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാവുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും പാപങ്ങളെ മോചിക്കുവാൻ ഭൂമിയിൽ യേശുവിന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തുകൊണ്ട് പോക. അങ്ങനെ അവനോട് പറഞ്ഞു യേശു. പക്ഷവാതക്കാരനോട് യേശു പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒരു കമാൻഡായിരുന്നു. ഉടനെ അവർ കാണുകെ ഈ രോഗിയായിരുന്നവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്ക എടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ടു. ശാസ്ത്രിമാരും പരീശന്മാരും അവിടെ കൂടി നിന്ന് എല്ലാവർക്കും വിസ്മയമാം വിധം ഇവിടെ അത്ഭുതം നടക്കുകയാണ്. ഇവിടെ എന്തെല്ലാമാണ് സഹോദരങ്ങളെ വെളിപ്പെട്ടത്? അവർ സംശയം പ്രകടിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ സംശയം, ഇത് ദൈവമാണോ എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി. കാരണം അവൻ്റെ കമാൻഡ് ഇതാ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അവർ കാണുകയും ചെയ്തു. രോഗിയായി കിടന്നവൻ എഴുന്നേറ്റു, അവൻ്റെ രോഗം പോയി. തന്നെയുമല്ല, ആ വ്യക്തി താൻ കിടന്ന കട്ടിലും ചുമന്നുകൊണ്ട് അവരുടെ മുമ്പിൽ കൂടെ നടന്ന് വീട്ടിലേക്ക് പോയി. അപ്പോൾ യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിയും, അവന് പാപങ്ങളെ മോചിക്കുവാൻ കഴിയും, അവന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. മനുഷ്യരുടെ ചിന്താഗതികൾ, മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത്, ഇതൊക്കെയും അറിയുവാൻ കഴിയും. അവൻ സാക്ഷാൽ ദൈവമാണ് എന്ന് അവിടെ യേശു വെളിവാക്കി. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ ഈ സംഭവത്തിലൂടെ നമ്മുടെ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ് സഹോദരങ്ങളെ? പ്രധാനമായും 4 കാര്യങ്ങളാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, വി മസ്റ്റ് ബി പ്രസ്സിംഗ് ആൻഡ് അർജൻറ്റ്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, അല്ലെങ്കിൽ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുവാൻ നാം ആഗ്രഹിക്കണം, നാം അഭിലഷിക്കണം. അതായിരിക്കണം നമ്മുടെ വാഞ്ച. അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അത് നാം ചെയ്യണം. വി മസ്റ്റ് ബി പ്രസ്സിംഗ്. അത് നാം അടിയന്തിരമായി ചെയ്യേണ്ടതുമാണ്. അതായിരിക്കണം ഏർജൻ്റായിട്ട് നാം ചെയ്യേണ്ടത്. അതായിരിക്കണം നമ്മുടെ എർജൻസി. രണ്ടാമതായി, വി ഷുഡ് ബി മോർ കൺസേൺഡ് അബൌട്ട് ഗെറ്റിംഗ് അവർ സിൻസ് പാർഡൻ ദാൻ ഗെറ്റിംഗ് അവർ സിക്നെസ് റിമൂവ്ഡ്. നമ്മുടെ രോഗം മാറിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പായി നമ്മുടെ പാപം മാറിക്കിട്ടണം എന്നാണ് നാം ആഗ്രഹിക്കേണ്ടത്. അതായത് ദൈവ സാന്നിധ്യമാണ് നാം ആഗ്രഹിക്കേണ്ടത്. നാം ദൈവ സാന്നിധ്യം ആഗ്രഹിച്ച് ദൈവത്തിങ്കിലേക്ക് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അടുത്തേക്ക് നാം നീങ്ങുമ്പോൾ
നമ്മുടെ രോഗം തനിയെ പോയിക്കൊള്ളും. മൂന്നാമതായി, ഗോഡ് അവർ ഫാദർ ഈസ് വില്ലിംഗ് ടു മേക്ക് ദ ബെസ്റ്റ് ഓഫ് അസ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നാം വിശ്വാസത്തിൻ്റെ ഏത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്? ഏത് പ്രവൃത്തി ചെയ്താലാണ് കർത്താവിൻ്റെ സാന്നിധ്യം, അവൻ്റെ സന്നിധാനത്തിലേക്ക് നാം ഏറ്റവും കൂടുതലായി അടുത്തു വരുന്നത്? നാം അതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കർത്താവിന് ഇഷ്ടമാണ്. ഓരോ പ്രവൃത്തികൾ നാം ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ കർത്താവിനെ പ്രാപിക്കുവാൻ നാം എന്തെല്ലാമാണ് ചെയ്യുന്നത്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്തെല്ലാമാണ് നാം ചെയ്യുന്നത്, അത് ഏറ്റവും നല്ലതുപോലെ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് അങ്ങനെയാണ് സുസ്ഥിര സൗഖ്യം കിട്ടുന്നത്, സാൽവേഷൻ കിട്ടുന്നത്, ഹോൾനെസ് കിട്ടുന്നത്, പൂർണ്ണ സൗഖ്യം കിട്ടുന്നത്. അങ്ങനെയാണ് നാം പെർഫെക്റ്റ് ആകുന്നത്. നമ്മളിലുള്ള ആ നന്മ മുഴുവൻ, അല്ലെങ്കിൽ നാം എന്ന ആ വ്യക്തി, അതിൻ്റെ പൂർണ്ണതയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ഗോഡ് അവർ ഫാദർ ഈസ് വില്ലിംഗ് ടു മേക്ക് ദ ബെസ്റ്റ് ഓഫ് അസ്. അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്നത്, എൻ്റെ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരായിരിക്കണം, നാം പെർഫെക്റ്റ് ആയിരിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നാലാമതായി, ദൈവം തൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ നാം അവനെ മഹത്വപ്പെടുത്തണം. അതാണ് ഇവിടെ പക്ഷവാത രോഗി ചെയ്തത്. അവൻ സൗഖ്യമായപ്പോൾ അവൻ കട്ടിലെടുത്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ പാടി സ്തുതിച്ചുകൊണ്ടാണ് പോയത്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് പോയത്, സ്തോത്രം ചെയ്തുകൊണ്ടാണ് പോയത്. സമ്പൂർണ്ണ സൗഖ്യം വിശദമാക്കുന്ന മറ്റൊരു വേദഭാഗമാണ് 2 Kings chapter 4 verses 16 through 37. പ്രവാചകനായ എലീശ എങ്ങനെയാണ് ശൂനേംകാരത്തെ സ്ത്രീയുടെ മരിച്ചുപോയ മകന് ജീവൻ കൊടുത്തത്, എങ്ങനെയാണ് അവനെ സൗഖ്യമാക്കിയത് എന്നാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ശൂനേമിൽ പാർക്കുന്ന ഈ ഇസ്രായേലിലെ സ്ത്രീയുടെ പേര് വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടില്ല. അവൾ ധനികയായ ഒരു സ്ത്രീ ആയിരുന്നു എന്ന് മാത്രം വേഴ്സ് 8 പറയുന്നുണ്ട്. ശൂനേംകാരത്തി എന്ന് മാത്രമേ നമുക്കറിയൂ. ഈ സ്ത്രീയും എലീശയും തമ്മിലുള്ള അടുപ്പം തുടങ്ങിയത് എലീശ അവളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടത് കൊണ്ടല്ല, മറിച്ച് ദൈവപുരുഷന് വേണ്ടി അഥവാ ഈ പ്രവാചകന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഈ സ്ത്രീ മനസ്സ് വെച്ചത് കൊണ്ടാണ്. എന്താണ് അവൾ ചെയ്തത്? അവളുടെ വീടിനടുത്തുകൂടെ നടന്നു പോകുന്ന ഈ ദൈവപുരുഷനെ ഒരിക്കൽ അവൾ ഭക്ഷണത്തിന് വരയണമെന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ ആ പ്രവാചകൻ ആ വഴി പോകുമ്പോഴൊക്കെ ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. നാം ചുവരോടുകൂടിയ ചെറിയൊരു മാളികമുറി പണിതുണ്ടാക്കുക, അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. അതായത് പണ്ട് കാലത്ത് ദൂരയാത്ര ചെയ്യുന്ന ആൾക്കാർ കാൽനടയായിട്ടാണല്ലോ അന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് ദാഹിക്കുകയും വിശക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വഴിയരികിൽ താമസിക്കുന്ന വീട്ടുകാർ അവർക്ക് വെള്ളവും ഭക്ഷണവും പാർക്കുവാൻ ഇടവും ഒക്കെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അതൊരു പുണ്യപ്രവൃത്തിയായി അവർ കരുതിയിരുന്നു. അങ്ങനെയാണ് ഈ സ്ത്രീയും പ്രവാചകനോട് ചെയ്തത്. ഒരു ദിവസം ഈ പ്രവാചകന്റെ ശിഷ്യനായ ഗേഹസിയെ വിളിച്ച് പ്രവാചകൻ പറയുകയാണ്, ഈ ശൂനേംകാരത്തി സ്ത്രീ ഇത്ര താല്പര്യത്തോടെയൊക്കെയും നമുക്ക് വേണ്ടി കരുതുവാൻ കാരണം എന്താണ്? അവൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ അവൾക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. കാരണം ഈ പ്രവാചകൻ ദേശത്തിൻ്റെ പ്രവാചകനാണ്. ആ ദേശത്തിൻ്റെ രാജാവിന് ദൈവത്തിൻ്റെ ആലോചനയൊക്കെയും പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകനാണ്. നല്ല ബന്ധമാണ് രാജാവുമായും അതുപോലെ സേനാധിപതിയുമായും ഒക്കെ. അതുകൊണ്ടാണ് ശൂനേംകാരത്തി സ്ത്രീക്ക് ഇങ്ങനെ വല്ല
റെക്കമെൻഡേഷനോ ആവശ്യമുണ്ടോ എന്ന് നീ ചോദിക്കുക എന്ന് ഗേഹസിയോട് പറഞ്ഞത്. ഉടൻ തന്നെ ഗേഹസി പറയുകയാണ്, അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എലീശ പറയുകയാണ്, ശൂന്യംകാരത്തിയെ വിളിക്കുക. അവൾ അവിടെ വന്ന് നിന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളും. അതിന് അവൾ പറഞ്ഞു, അല്ല, ദൈവപുരുഷനായ എൻ്റെ യജമാനനെ അടിയനോട് പോഷ്ക്ക് പറയരുത് എന്ന് പറഞ്ഞു. കാരണം അവൾക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഇത്രമാത്രം വലിയ നല്ലൊരു ബ്ലെസ്സിങ് അവൾക്ക് കിട്ടുമെന്ന് അവൾ ഓർത്തതേയില്ല. എന്നാൽ ആ സ്ത്രീ ഗർഭം ധരിച്ചു പിറ്റേ ആണ്ടിൽ എലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു. ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന തൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് അവൻ അപ്പനോട് എൻ്റെ തല എന്ന് പറഞ്ഞു. കാരണം വെയിലൊക്കെയുള്ള സമയമായിരുന്നു. ആ കുഞ്ഞിന് തലവേദന എടുത്ത് കാണണം, അതുകൊണ്ടാണ് ആ കുഞ്ഞ് അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ആ പിതാവ് പറഞ്ഞു, ബാല്യക്കാരനോട് പറഞ്ഞു, ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോക. അവനെ എടുത്ത് അവൻ്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഉച്ചവരെ അവളുടെ മടിയിലിരുന്ന ശേഷം മരിച്ചുപോയി. ഇതാണ് സംഭവം. അതായത് ഈ കുട്ടി മരിച്ചു. അപ്പോൾ ഈ സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇനിയും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളായി നമുക്ക് പഠിക്കുവാനുള്ളത്. ആ പക്ഷപാതക്കാരനെ 4 പേർ ചുമന്നുകൊണ്ട് വന്ന് അവിടെ അവർ ചെയ്ത പ്രവർത്തികൾ ആ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ പോലെ എന്താണ് ഈ സ്ത്രീ ഒരു ദൈവഭക്തയായ സ്ത്രീയായിരുന്നു. ഈ സ്ത്രീ വിശ്വാസത്തിൻ്റെ എന്ത് പ്രവൃത്തികളാണ് ഇപ്പോൾ ഇനിയും ചെയ്യുവാൻ പോകുന്നത് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇവൾ എന്താണ് ചെയ്തത്? ഇവൾ ആ കുഞ്ഞിനെ എടുത്ത്, ആ മരിച്ച കുഞ്ഞിനെ എടുത്ത് ആ പ്രവാചകൻ്റെ മുറി തുറന്ന് അവിടെ കയറി ആ കട്ടിലിൽ ആ കുഞ്ഞിനെ കിടത്തി വാതിലടച്ചു പുറത്തിറങ്ങി. പിന്നെ അവൾ തൻ്റെ ഭർത്താവിനെ വിളിച്ചു, ഞാൻ വേഗത്തിൽ പ്രവാചകൻ്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെയും ഒരു കഴുതയെയും അയച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഇന്ന് നീ അവൻ്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസിയല്ല, ശബത്തുമല്ലല്ലോ എന്ന് പറഞ്ഞു. വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാല്യക്കാരനോട്, നല്ലവണ്ണം തെളിച്ചു വിടുക, ഞാൻ പറഞ്ഞല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുത് എന്ന് പറഞ്ഞു. ഈ കാറ് നിർത്തുന്ന കാര്യം പറഞ്ഞതുപോലെയാണ്. ആ കഴുതപ്പുറത്ത് കയറി ഇരുന്നിട്ട് ആ സ്ത്രീ പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലാതെ നീ വഴിയിലെങ്ങും ഇത് നിർത്തരുത്, പെട്ടെന്ന് പോകണം. അതാണ്. അവൾ ചെന്ന് കർമ്മേൽ പർവ്വതത്തിൽ ദൈവപുരുഷൻ്റെ അടുക്കലെത്തി. ദൈവപുരുഷൻ അവളെ ദൂരത്ത് കണ്ടപ്പോൾ തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട്, ഇതാ ശൂന്യംകാരത്തി വരുന്നു, നീ ഓടിച്ചെന്ന് അവളെ എതിരേറ്റ്, സുഖം തന്നെയോ, ഭർത്താവ് സുഖമായിരിക്കുന്നുവോ, ബാലന് സുഖമുണ്ടോ എന്ന് അവളോട് ചോദിക്കണമെന്ന് പറഞ്ഞു. സുഖം തന്നെ എന്ന് അവൾ പറഞ്ഞു. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ്റെ കാൽ പിടിച്ചു. ഗേഹസി അവളെ മാറ്റുവാൻ അടുത്ത് ചെന്നാറെ ദൈവപുരുഷൻ, അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഈ കുട്ടി മരിച്ച കാര്യം പറയാതെ സുഖം തന്നെയോ എന്ന് ചോദിച്ചപ്പോൾ സുഖം തന്നെ എന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖഭാവം കണ്ടപ്പോൾ ഈ പ്രവാചകൻ പറയുകയാണ്, അവൾക്കെന്തോ മനോവിഷമമുണ്ട്. ആ സ്ത്രീ പ്രവാചകൻ്റെ കാലിൽ വീണു. എന്നിട്ട് പരാതി പറയുകയാണ്, ഞാൻ യജമാനനോട് ഒരു മകനെ ചോദിച്ചിരുന്നുവോ, എന്നെ ചതിക്കരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലയോ എന്നവൾ പറഞ്ഞു. അതായത് എനിക്ക് മകൻ വേണമെന്നുള്ളത് എൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ്, പക്ഷേ ഞാനത് പുറത്തു പറഞ്ഞില്ല. നീ എന്നെ ബ്ലെസ് ചെയ്തു, എനിക്കൊരു കുഞ്ഞുണ്ടായി, പക്ഷേ അവനിപ്പോൾ മരിച്ചു പോയിരിക്കുന്നു. അതെങ്ങനെയാണ് ഈ സ്ത്രീ എക്സ്പ്രസ് ചെയ്യുന്നത്? പെട്ടെന്ന് ഈ പ്രവാചകൻ അത് മനസ്സിലാക്കിയിട്ട് ഗേഹസിയോട് പറഞ്ഞു, നീ അരകെട്ടി എൻ്റെ വടിയും കയ്യിലെടുത്തുകൊണ്ട് നീ പോകാം, ആരെയും വഴിയിൽ കണ്ടാൽ വന്ദനം ചെയ്യരുത്, വടി ബാലൻ്റെ മുഖത്ത് വെക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്ത്രീ അതുകൊണ്ടൊന്നും ശാന്തയായില്ല. അവൾ പറയുകയാണ്, യജമാനനെ ഞാൻ നിൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ യഹോവയാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അതായത് പ്രവാചകൻ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരണം എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അങ്ങനെ പ്രവാചകൻ എഴുന്നേറ്റ് അവളോട് കൂടെ പോയി. ഗേഹസി അവർക്ക് മുമ്പായി ചെന്ന് വടി ബാലൻ്റെ മുഖത്ത് വെച്ചു, എങ്കിലും ഒരു അനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവനെ
എതിരേൽപ്പാൻ മടങ്ങി വന്നു. ബാലൻ ഉണർന്നില്ല എന്ന് അറിയിച്ചു. എലീശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിലിൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലൻ്റെ മേൽ കിടന്നു. തൻ്റെ വായ് ബാലൻ്റെ വായ്മേലും തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിന്മേലും തൻ്റെ ഉള്ളംകൈ അവൻ്റെ ഉള്ളംകൈമേലും വച്ച് അവൻ്റെ മേൽ കവണ് കിടന്നപ്പോൾ ബാലൻ്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവൻ്റെ മേൽ കവണ് കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. അവൻ ഗേഹസിയെ വിളിച്ചു, ശൂന്യംകാരത്തിയെ വിളിക്കാമെന്ന് കൽപ്പിച്ചു. അവൻ അവളെ വിളിച്ചു. അവൾ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ, നിന്റെ മകനെ ഇതാ എടുത്തുകൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രവാചകൻ ആ മകനെ സൗഖ്യമാക്കി. നാം ഇവിടെ കാണുന്നത് എന്താണ് ഈ സ്ത്രീ ചെയ്തത്? തൻ്റെ കുഞ്ഞ് മരിച്ച കാര്യം ഭർത്താവിനോട് പോലും പറഞ്ഞില്ല. എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളൊരു നെഗറ്റീവ് വാക്ക് അവൾ പറഞ്ഞില്ല. അതുപോലെ പ്രവാചകൻ ചോദിച്ചു, സുഖം തന്നെയോ? ഭർത്താവിന് സുഖം തന്നെയോ? നിനക്ക് സുഖം തന്നെയോ? ബാലന് സുഖം തന്നെയോ എന്ന് ചോദിച്ചപ്പോൾ സുഖം തന്നെ എന്നാണ് പറഞ്ഞത്. അവിടെയും മരിച്ചുപോയി എന്നുള്ള നെഗറ്റീവ് പറഞ്ഞില്ല. കാരണം കർത്താവ് തനിക്ക് തന്ന ഈ ബ്ലെസ്സിങ് മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുപോലെയുള്ള വിശ്വാസമായിരുന്നു അവൾക്ക്. ഈ മകൻ ജീവിക്കും, ഞാൻ അതിനാണ് പ്രവാചകൻ്റെ അടുത്തേക്ക് ഓടി വന്നിരിക്കുന്നത്. അവൻ ജീവിക്കും, ജീവിച്ച് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി മരിച്ചെന്ന്. അതായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഒടുവിൽ അവളുടെ മനോവിഷമം കണ്ടിട്ടാണ് ചോദിച്ചത് എന്താണ് സംഭവിച്ചത് എന്ന്. അവിടെയും മരിച്ചു എന്ന വാക്കല്ല പറയുന്നത്. അവളുടെ മനോവിഷമം കണ്ടപ്പോൾ അവന് മനസ്സിലായി. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ നാം ആശ്രയം വയ്ക്കുമ്പോൾ, അവനിൽ നാം വിശ്വസിക്കുമ്പോൾ, കർത്താവ് നമുക്കൊരു ബ്ലെസ്സിങ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ശൂന്യംകാരത്തിക്ക് കൊടുത്തതുപോലെ ഒരു മകനെ അവൾക്ക് കൊടുത്തപ്പോൾ ആ മകനെ എടുക്കുന്നത് ആ ദൈവം അങ്ങനെ ചെയ്യില്ല. അഥവാ അതിനിടയിൽ ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് ഉൾക്കൊള്ളുന്നില്ല ഈ സ്ത്രീ. ഞാനത് ഉൾക്കൊള്ളില്ല, ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവ് എനിക്ക് തന്ന മകൻ എൻ്റെ കൂടെ ജീവനോടെ ഉണ്ടായിരിക്കണം. അതാണ് എൻ്റെ വിശ്വാസം. അവൾ അതിനാണ് ദൈവപുരുഷനെ അഭയം പ്രാപിച്ചത്. ദൈവപുരുഷനെ അഭയം പ്രാപിക്കുക എന്നാൽ ദൈവവുമായ സാമീപ്യത്തിൽ ആയിരിക്കുക. ആ ദൈവപുരുഷൻ വന്നു, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ആ മകൻ സൗഖ്യമായി. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല സഹോദരങ്ങളെ. പിന്നെ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കാണണം, നമ്മുടെ മകൻ മരിച്ചു പോയിരുന്നു, പക്ഷേ അവനിതാ ജീവിച്ചിരിക്കുന്നു. ഞാനവനെ മരണത്തിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. കാരണം എനിക്ക് ദൈവത്തിൽ അത്രമാത്രം വിശ്വാസമുണ്ട്. ദൈവം അവനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു എന്നായിരിക്കണം അവൾ ഭർത്താവിനോട് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എത്രമാത്രം നാം പ്രസ്സിംഗ് ആയിരിക്കണം ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ. എത്ര അർജൻ്റായിരിക്കണം അത്. അതാണ് ഇവിടെ വെളിവാകുന്നത്. ദൈവസാന്നിധ്യം, ദൈവത്തോടുള്ള ആ അടുപ്പം, അതാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് നമുക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ഉണ്ടാകുന്നത്. അവിടെയാണ് നാം വിശുദ്ധനായ ദൈവത്തോടൊപ്പം വിശുദ്ധരായിരിക്കുവാൻ നമുക്ക് കഴിയുന്നത്. അകന്നു പോകുന്തോറും നാം അശുദ്ധരായി മാറും, പാപികളായി മാറും. അതോടൊപ്പം രോഗവും മരണവും എല്ലാം നമ്മെ പിടികൂടും. നാം പഠിച്ച ഈ വലിയ പാഠം എത്രമാത്രം ശ്രേഷ്ഠമാണ്. ശൂന്യംകാരത്തി സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് പ്രചോദനം നൽകുന്നു, നമുക്ക് മോട്ടിവേഷൻ നൽകുന്നു. എങ്ങനെയാണ് നാം നമ്മുടെ വിശ്വാസം പണിതെടുക്കേണ്ടത്? ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ വിശ്വാസം നാം എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം? എന്തിൻ്റെ അടിസ്ഥാനത്തിന്മേലായിരിക്കണം നാം നമ്മുടെ വിശ്വാസം പണിതെടുക്കേണ്ടത്? പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, അവൻ്റെ നന്മകളിൽ അവൻ എത്രമാത്രം വിശ്വസ്തനാണ് എന്ന നമ്മുടെ തിരിച്ചറിവിന്മേലായിരിക്കണം നാം നമ്മുടെ വിശ്വാസം പണിതെടുക്കേണ്ടത്. ശൂന്യംകാരത്തി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു. അവൾ ദൈവഭക്തയായിരുന്നു. അതിനാൽ തന്നെ അവൾ സമ്പന്നയായിരുന്നു, ധനികയായിരുന്നു. അവളുടെ ആ ഇൻഡിപെൻഡൻസ്, റെഡിനെസ്,
ഹോസ്പിറ്റാലിറ്റി, റെസ്പെക്ട് ഫോർ ഗോഡ്സ് പ്രോഫറ്റ്സ്, അവളുടെ ആ മാതൃസ്നേഹം, എത്രമാത്രം അവൾ പവർഫുള്ളായിരുന്നു. ഇതെല്ലാം ദൈവം അവൾക്ക് കൊടുത്ത ദാനങ്ങളായിരുന്നു. ആ ദാനങ്ങളിന്മേൽ അവൾ അവളുടെ വിശ്വാസം ഉറപ്പിച്ചു, വളർത്തിക്കൊണ്ടുവന്നു. Her faith was built on the foundation of God's goodness and His faithfulness. അതിനാൽ തന്നെ അവളുടെ മരിച്ച മകനെ അവൾക്ക് ജീവനോടെ തിരികെ കിട്ടി. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ് അവൾ ചെയ്തത്. ഒരിക്കൽ പോലും നെഗറ്റീവ് വാക്ക് അവളുടെ വായിൽ നിന്ന് വന്നില്ല. തൻ്റെ മകൻ മരിച്ചുപോയ കാര്യം, അവൻ മരിച്ചു എന്ന് അവൾ ആരോടും പറഞ്ഞില്ല, സ്വന്തം ഭർത്താവിനോട് പോലും, പ്രവാചകനോടും പറഞ്ഞില്ല. അവളുടെ മുഖഭാവവും അവളുടെ രീതിയുമൊക്കെ കണ്ടപ്പോഴാണ് പ്രവാചകൻ മനസ്സിലാക്കിയത്. ഒടുവിൽ തൻ്റെ മകൻ, അവൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, പ്രവാചകനെ ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്നെ ചതിക്കരുതേ എന്ന്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴാണ് പ്രവാചകന് മനസ്സിലായത് കുഞ്ഞിൻ്റെ കാര്യമാണല്ലോ എന്ന്. അതായത് വിശ്വാസത്തിൽ നാം അടിസ്ഥാനപ്പെടുന്തോറും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, നിരാശയുടെ വാക്കുകൾ നാം ഉരുവിട്ടുകൂടാ. അത് നമ്മുടെ വാഗുകൊണ്ട് നാം ഉച്ചരിച്ചുകൂടാ. കാരണം ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ, ആ അനുഗ്രഹങ്ങൾ, അതിൽ അവൻ വിശ്വസ്തനാണ്. അതിൻ്റെ പുറത്ത് വേണം നാം നമ്മുടെ വിശ്വാസം പണിതെടുക്കേണ്ടത്. ശൂനേംകാരത്തി സ്ത്രീ അതാണ് ചെയ്തത്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ള വേദഭാഗമാണ് എഫീഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 1 to 8. എങ്ങനെയാണ് പാപികളായിരുന്ന നമ്മളെ ദൈവം യേശുക്രിസ്തുവിലൂടെ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നത് എന്നാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ആരാണ് ഈ അധിപതി? പിശാച്. മുമ്പേ നാം പിശാചിനെ അനുസരിച്ച് നടന്നവരായിരുന്നു. അതുകൊണ്ടാണ് നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നത്. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്, നമ്മുടെ ജഡത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ട് നാം ദൈവകോപത്തിന് പാത്രരായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. പിതാവാം ദൈവത്തിൻ്റെ ആ വാത്സല്യം പുത്രനായ ക്രിസ്തുവിൽ കൂടെ അവൻ പ്രദർശിപ്പിച്ചു. ആ വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിലും കാണിക്കേണ്ടതിനാണ് പുത്രനോടുകൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെയും ഉയർപ്പിച്ച് സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം കൃപ മാത്രമാണ്. അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു. നമ്മുടെ പ്രവർത്തികളൊന്നും അതിന് കാരണമല്ല. നമ്മുടെ പ്രവർത്തികളൊക്കെ നാം ദൈവമക്കളായി തീരുവാൻ അപര്യാപ്തമാണ്. അതുകൊണ്ടാണ് ദൈവം തന്ന ആ മാർഗം നാം സ്വീകരിക്കേണ്ടത്. ദൈവം തൻ്റെ പുത്രനെയാണ് നമുക്ക് വേണ്ടി നൽകിയത്, യാഗമായി നൽകി. ആ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് ദൈവം അവനെ നൽകിയത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ ദൈവം
അധികാരം കൊടുത്തിരിക്കുകയാണ്. യേശുക്രിസ്തുവിലൂടെ ദൈവം തൻ്റെ വാത്സല്യാതിരേകത്താൽ നമ്മെ രക്ഷിച്ച് സ്വന്തം പുത്രിപുത്രന്മാരാക്കി തീർത്ത് സ്വർഗരാജ്യത്തിൽ നമ്മെ പ്രവേശിച്ച് സ്വർഗസ്ഥലത്ത് അവനോടൊപ്പം നമ്മെ ഇരുത്തിയിരിക്കുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത് എന്ന് അപ്പോസ്തലന്മാരെ മാതൃകയാക്കി നമുക്ക് പറഞ്ഞു തരുന്ന വേദഭാഗമാണ് അടുത്തത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 5 വേഴ്സസ് 12-16. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. ഇവിടെ ജെറുസലേം ദേവാലയത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ശലോമോന്റെ മണ്ഡപം എന്നത് ജെറുസലേം ദേവാലയത്തിൻ്റെ ഔട്ടർ കോർട്ടിന്, അതായത് സ്ത്രീകളുടെ പ്രാകാരം, ആ സ്ത്രീകളുടെ പ്രാകാരത്തിന് കിഴക്ക് പുറത്തായി സ്ഥിതി ചെയ്യുന്ന മണ്ഡപമാണ്. അതായത് ടെമ്പിൾ പോർച്ച് നെയ്മഡ് ആഫ്റ്റർ സോളമൻ. ഈ അപ്പോസ്തലന്മാർ അവിടെ കൂടി വന്ന് ദൈവവചനം ജനങ്ങളോട് പ്രസംഗിച്ചു. അനേകം പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചു പോന്നു. നാം എന്താണ് ചെയ്തത്? അന്ധകാരത്തിൽ നിന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ നാമും ഘോഷിക്കണം. ഈ അപ്പോസ്തലന്മാരെ പോലെ നമ്മുടെ കയ്യാൽ തന്നെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ജനത്തിൻ്റെ ഇടയിൽ നടക്കണം. അപ്പോൾ അപ്പോസ്തലന്മാരെ പോലെ തന്നെ നമുക്കും ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം അധികാരം തന്നിരിക്കുകയാണ്. ലോകത്തിൽ അതാണ് സഹോദരങ്ങളെ നാം കാണുന്നതും. ഇവിടെ വേഴ്സ് 15 പറയുന്നു, രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. ദൈവമക്കളായിരിക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, നാം ദൈവാനുരൂപരായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവുമായി നാം ഫെലോഷിപ്പിലായിരിക്കുമ്പോൾ, നാമും കടന്നു പോകുന്ന വഴിയിൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നടക്കും സഹോദരങ്ങളെ. കാരണം നമ്മിൽ കൂടെ വ്യാപരിക്കുന്നതും ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവരാജ്യത്തിൻ്റെ ശക്തിയാണ്. ഡിസ്പ്ലേ ഓഫ് ദ പവർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവശക്തിയാണ് അവിടെ വ്യാപരിക്കേണ്ടത്. നമ്മെ അതിനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. വേഴ്സ് 16 പറയുന്നു, അതുകൂടാതെ ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. ഇത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. കാരണം ദൈവരാജ്യത്തിൻ്റെ ശക്തിയാണ് ഇവിടെ എല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്നത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണ്. അവിടെ ക്രിയ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണ് അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. അതായത് ദൈവശക്തിയാൽ രോഗികൾ സൗഖ്യമാക്കുന്നു, അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ സൗഖ്യം പ്രാപിക്കുന്നു. ദൈവം നമ്മെപ്പറ്റി ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മെ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ, ആവശ്യക്കാർക്ക് ദൈവത്തിൻ്റെ സൗഖ്യദായക ശുശ്രൂഷ നടത്തിക്കൊടുക്കുവാൻ, അതിനായിട്ട് മാത്രമാണ് സഹോദരങ്ങളെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം ആ വിളി സ്വീകരിക്കുമോ? അതനുസരിച്ച് നാം പ്രവർത്തിക്കുമോ? ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.